ഹായ് ഗൈസ്, ട്രംപ് വന്നതിന് ശേഷം ജിയോ പൊളിറ്റിക്സിൽ ട്രംപിനെ കുറിച്ച് മാത്രം സംസാരിക്കാനും നേരമുള്ളൂ എന്ന് പറയാം. കാരണം ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് ലോകം മുഴുവനും സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, ഗോൾഡിന്റെ പ്രൈസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാത്തിനെയും ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ടും അഫക്റ്റ് ആവുന്നുമുണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ എന്താ വെച്ചാൽ, അതായത് നെതന്യാഹു ഇപ്പോൾ അമേരിക്കയിലാണ് ഉള്ളത്. അപ്പോൾ ട്രംപ് ഇപ്പോൾ ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത് ഗസ സ്ട്രിപ്പിൽ നിന്ന് എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട് അമേരിക്ക അത് പിടിച്ചെടുക്കുന്ന ഒരു പ്ലാനിനെ കുറിച്ച് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനെ ഹമാസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്നുള്ള അതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, അതായത് ചൈന, മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം അമേരിക്ക ടെറിഫിക് ഇൻക്രീസ് ആക്കി. ഇതുകൊണ്ട് ഈ രാജ്യങ്ങളെല്ലാം തന്നെ തിരിച്ചും അമേരിക്കയ്ക്ക് പണി കൊടുക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ക്ലാഷ് കൊണ്ടും ഗോൾഡ് പ്രൈസും സ്റ്റോക്ക് മാർക്കറ്റും വലിയ രീതിയിൽ പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ കിടക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് ടെറിഫിക്കിനെ കുറിച്ച് സംസാരിക്കാം. അതായത് ട്രംപ് വരുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു, അതായത് കാനഡ, മെക്സിക്ക, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം ഞാനിങ്ങനെ കൂട്ടുമെന്ന് പറയുന്ന ഇമ്പോർട്ടും എക്സ്പോർട്ട് ഡ്യൂട്ടി എല്ലാം. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ മറ്റ് രണ്ട് രാജ്യങ്ങൾ, അതായത് മെക്സിക്കോയും കാനഡയും, ഈ രണ്ട് രാജ്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ മാക്സിമം എക്സ്പോർട്ട്, കാനഡയുടെ 80% എക്സ്പോർട്ടും അമേരിക്കയിലോട്ടാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ടാരിഫിക് കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ കാനഡ വലിയ രീതിയിലുള്ള പ്രശ്നത്തിലാവും എന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. മെക്സിക്കോയും, അതായത് അമേരിക്കനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അമേരിക്കയുമായിട്ട് ഡിപ്പെൻഡന്റ് ആയ രാജ്യങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള പ്രശ്നത്തിലാവും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ട്രംപ് ആദ്യത്തെ സ്റ്റേജ് ആയിട്ട് 25% ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇമ്പോസ് ചെയ്തു. ഇതിന് ട്രംപ് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, അതായത് അവരുടെ ട്രേഡ് ഡെഫിസിറ്റ് തന്നെയാണ്. അതായത് 80% അവരിങ്ങോട്ട് കയറ്റി അയക്കുന്നുണ്ടെങ്കിലും അവര് വളരെ ചെറിയ സാധനങ്ങൾ, അതായത് കുറച്ച് സാധനങ്ങൾ മാത്രമോ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നുള്ളൂ. ഇത് അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞങ്ങൾ ടാരിഫിക് കൂട്ടുന്നത് എന്നാണ് പറഞ്ഞത്. അതായത് അമേരിക്കയിൽ നിന്ന് തന്നെ സാധനം വാങ്ങുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അത് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമല്ല. കാരണം അമേരിക്കൻ സാധനങ്ങൾക്കെല്ലാം വില കൂടുതലായിരിക്കും. അപ്പോൾ അതേ സാധനം മാർക്കറ്റിൽ വില കുറഞ്ഞ സ്ഥലത്ത് നിന്ന് വാങ്ങിക്കഴിഞ്ഞാലോ അവർക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രംപ് പറയുന്ന ഇത് അത്ര അംഗീകരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ട്രംപ് പറയുന്ന മറ്റൊരു കാര്യം ബോർഡർ സെക്യൂരിറ്റി. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കെതിരെ, അതായത് ടാരിഫ് കൂട്ടിയിരിക്കുന്നത്. ഉടനെ ഈ രണ്ട് രാജ്യങ്ങളും, അതായത് അമേരിക്ക 25% കൂട്ടിയില്ലേ, അതേപോലെ ഞങ്ങളും 25%, അതായത് അമേരിക്കയിൽ നിന്ന് വരുന്നവർക്കെല്ലാം തന്നെ ടാരിഫ് കൂട്ടാൻ പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ ഇങ്ങനെ ക്ലാഷ് നടക്കുമ്പോഴാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ജസ്റ്റിൻ ട്രൂഡോയും അമേരിക്കയും കൂടെ സംസാരിച്ചത്. അപ്പോൾ ഇതിൽ കഴിഞ്ഞിട്ട് കുറേയധികം ഡിസിഷൻ ജസ്റ്റിൻ ട്രൂഡോ എടുത്തു. അതായത് 1.3 ബില്യണോളം, അതായത് ബോർഡർ സെക്യൂരിറ്റി, ബോർഡർ ഫുൾ ആയിട്ടും സെക്യൂർ ആക്കാൻ വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതും ടാരിഫിക്കുമായിട്ട് ബന്ധം എന്ന് വെച്ചാൽ അമേരിക്ക പറയുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് കാനഡയിലൂടെയാണ് വരുന്നത്, അത് തടയണം എന്ന്. അപ്പോൾ ഇതിന് ഉള്ള സെക്യൂരിറ്റി എടുക്കും. ഡ്രഗ്സ് എല്ലാം തന്നെ ഇതേ കനേഡിയൻ സിറ്റിസൺ കൊണ്ടാണ് അമേരിക്കയിൽ സ്പ്രെഡ് ആവുന്നത് എന്ന് പറയുന്നു. അതിന് തനിച്ച് ഇന്റലിജൻസ് ഏജൻസിയും അതുപോലെ തന്നെ അതിന് കൃത്യമായ മോണിറ്ററിംഗ് നടത്തുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് 10,000 ആർമി ട്രൂപ്സിനെ ബോർഡറിൽ കൊണ്ടുവിടും എന്നും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതിനു ശേഷം അമേരിക്ക ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് രാജ്യങ്ങൾക്കും 30 ദിവസത്തേന് പോസ്റ്റ്, അതായത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുകയാണെങ്കിൽ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് നിർത്താം. പക്ഷെ 30 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾ പഴയ സ്റ്റേജിൽ തന്നെയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ ഇമ്പോസ് വീണ്ടും ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ചൈനയുടെ അടുത്ത് അമേരിക്കയുടെ സമീപനം ഇങ്ങനെയല്ല. അതായത് ചൈനയ്ക്കും ഇത് ഓൾറെഡി പുതിയ കാര്യമൊന്നുമല്ല. ആദ്യം ട്രംപ് വന്നപ്പോൾ തന്നെ ഇത് ചെയ്തതാണ്. പിന്നെ ജോ ബൈഡൻ വന്നു കഴിഞ്ഞപ്പോൾ കുറെ ചേഞ്ചസ് എല്ലാം വന്നു. ഇത് ഇപ്പോൾ വീണ്ടും വരുമെന്ന് ചൈന ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത് ഓൾറെഡി അവർ കുറെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർന്നാണ്. പക്ഷെ ഇപ്പോൾ ഈ 10%-ന് ചൈന എങ്ങനെ റിയാക്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് നമുക്കറിയാം വേൾഡിലെ ടോപ്പ് 2 രാജ്യങ്ങളാണ്. ഒന്നാമത്തെ എക്കണോമിയും രണ്ടാമത്തെ എക്കണോമിയും അടികൂടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ അതായത് ഇപ്പോൾ എങ്ങനെ ട്രംപ് ചെയ്തു അതേ ഇത് തന്നെ റെസിപ്രോക്കലായിട്ട് ഇപ്പോൾ ചൈനയും ചെയ്തിരിക്കുന്നു. അതായത് അമേരിക്കയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് ഞങ്ങളും ഇമ്പോസ് ചെയ്യാൻ പോവാണ് ടാക്സ്, അതായത് ഇങ്ങനെ ടാരിഫ് കൂട്ടാൻ പോവാണ്. അത് മാത്രമല്ല അമേരിക്ക കുറേ ഇമ്പോർട്ടന്റ്, അതായത് ഇപ്പോൾ ചിപ്സ് ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചൈനയ്ക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞ പ്ലാനും ഉണ്ടായിരുന്നു. ചൈനയും അതേപോലെ അമേരിക്കയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഞങ്ങളും കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഇനിയും ട്രംപ് കൂട്ടുകയാണെങ്കിൽ ഇത് സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകും.
അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഒരു ക്ലാഷ് എന്തുകൊണ്ടും ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം വളരെ അനുകൂലമായ സിറ്റുവേഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഒന്നാമത്തെ ശക്തിയായ ചൈനനെ, അതായത് ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായ ചൈനനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് അമേരിക്കയുടെ സാധനം വിറ്റുപോകാൻ മറ്റൊരു എക്കണോമിയും ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ഒരു രാജ്യം വേണം. അത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അടുത്ത് മാത്രമേ നിലവിലുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രംപ് ഇതുവരെയും ഇന്ത്യന്റെ അതായത് ടാരിഫിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. നമുക്കും കൂട്ടുകയാണെങ്കിൽ നമ്മളും കൂട്ടിക്കഴിഞ്ഞാൽ ട്രംപിന് അതൊരു പ്രശ്നമാണ്. കാരണം അമേരിക്കൻ സർവീസ് സെക്ടർ ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ചൈനയോ വേറെ ഒരു രാജ്യങ്ങളുമില്ല, ഇന്ത്യ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അത് വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നോക്കിയതിനു ശേഷം വലിയ ടാരിഫ് നമുക്ക് കൂട്ടാൻ സാധ്യതയില്ല. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ഇപ്പോഴത്തെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറേയധികം രീതിയിൽ നമുക്കത് എസ്കേപ്പ് ചെയ്ത് വരാനും സാധ്യതകളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത് സാധാരണ ജനങ്ങൾക്ക് എന്ന് വെച്ചാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ അതായത് ട്രംപ് വന്നിട്ട് പണ്ട് ജെറം പവൽ വന്ന് ഓരോ ഗുഡ് ആഫ്റ്റർനൂൺ ഹായ് എവരിവൺ എന്ന് പറയുമ്പോൾ ആ ഒരു മാർക്കറ്റ് മേലോട്ടും താഴോട്ടും പോകും എന്ന് പറയുന്ന റീൽ കാണുന്നു. അതേപോലെ തന്നെ ട്രംപ് വന്ന് മൈക്കിന്റെ മുന്നിൽ നിന്ന് എന്ത് പറയും എന്ന് ഓർത്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് മൂവ് ആവുന്നത്. ഇത് വലിയൊരു പ്രശ്നമായി കാണുന്നു. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ അതായത് ഗോൾഡ് പ്രൈസ്. അതായത് ഒരു രാജ്യത്തിനും എക്കണോമി ഇങ്ങനെ ട്രംപ് ഇങ്ങനെ പല ഡിസിഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും ഗോൾഡ് പ്രൈസിലോട്ട് നീങ്ങാണ്. ഇതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ വില ഓരോ ദിവസവും ഇന്റർനാഷണൽ മാർക്കറ്റിൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് പ്രശ്നങ്ങൾ സാധാരണ ജനങ്ങൾ ഫേസ് ചെയ്യാനുണ്ട്. രണ്ടാമത് ഇപ്പോൾ ട്രംപ് മറ്റൊരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് ഒരേ ഒരു കാര്യം, അതായത് കേരളത്തിൽ കഴിഞ്ഞ വീഡിയോയ്ക്കെതിരെ എല്ലാം തന്നെ എത്ര പേരാ വന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളോടും അങ്ങനെയുള്ള ഓരോ ആൾക്കാരോടും എൻ്റെ ചോദ്യമാണ്, നിങ്ങൾ ഗാസേനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഗാസേനെ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഒരു 10 വാലിഡ് ആയ കാരണങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറ. അത് വാലിഡ് ആണെങ്കിൽ ഞാൻ തന്നെ പിൻ ചെയ്ത് വെക്കാം. കാരണം ഇസ്രായേലിനെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എല്ലാ യുദ്ധങ്ങളിലും ഇസ്രായേൽ ഇന്ത്യനെ കൈവിടാതെ വെപ്പൺസ് ആയിക്കോട്ടെ അങ്ങനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയാം. പക്ഷേ ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടനകളെയും അതുപോലെ തന്നെ ഈ ഹമാസ് ചെയ്യുന്ന തീവ്രവാദി പ്രവർത്തനങ്ങളെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഗസയിൽ എന്താ പുതിയ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, അതായത് നെതന്യാഹു ട്രംപിനെ കാണാൻ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ വെച്ച് ട്രംപ് പറഞ്ഞിരിക്കുന്നു, അതായത് ഗസയിൽ നിന്ന് എല്ലാ ആൾക്കാരെയും ഒഴിപ്പിച്ചുകൊണ്ട് അതായത് ഈ സ്ഥലങ്ങൾ അതായത് ഇപ്പോൾ അടുത്തുള്ള മുസ്ലിം രാജ്യങ്ങളോട്ട് മാറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ട്രംപ് പറയുന്നത് കൂടുതലായിട്ടും അതായത് ബോംബുകളെല്ലാം ഉണ്ട്, കാരണം അവിടെ പണിയെടുക്കാൻ പറ്റില്ല. അത് കുറേ മാസങ്ങളുടെ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമോ ഗസ പഴയ പോലെ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ ആക്കി അമേരിക്ക കൺട്രോളിൽ എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഇത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് വേറെ ഗസയിലുള്ള സാധാരണ ജനങ്ങൾ ഈ ഒരു പ്ലാനിനെ സന്തോഷത്തോടെ സ്വീകരിച്ചാലും ഹമാസ് ഒരിക്കലും സ്വീകരിക്കില്ല. കാരണം ഗസയിലുള്ള ജനങ്ങൾ എങ്ങനെയാ കഷ്ടപ്പെട്ട് 5-10 രൂപയൊക്കെ ഉണ്ടാക്കി ഒരു വീട് പണിത് കഴിയുമ്പോൾ തന്നെ ഈ ഹമാസ് പോലെയുള്ള തീവ്രവാദി സംഘടനകൾ അങ്ങോട്ട് ബോംബിടും. ബോംബിട്ട് കഴിയുമ്പോൾ എന്താ അവിടുന്ന്, അതായത് ഇവർ ഒരു ദിവസത്തെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കും ഇവർ ചെയ്യുന്നത്. പക്ഷെ അതിന് മാസങ്ങളോളം ഇവർക്ക് എടുക്കും. പക്ഷെ അവിടെ നിന്ന് അവരുടെ സെക്യൂരിറ്റി നോക്കാൻ വേണ്ടി അവര് 1 വർഷം ഇങ്ങനെ അടിച്ചൊതുക്കും. വീണ്ടും ഇതേ ജനങ്ങൾ 1 രൂപ തൊട്ട് തുടങ്ങേണ്ടതാണ്. അപ്പോൾ മറ്റു രാജ്യത്തോട്ട് പോകാൻ അവർ സമ്മതിച്ചു കഴിഞ്ഞാലും ഇതേ തീവ്രവാദികൾ സമ്മതിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഗസ കൈവിട്ടു പോയി കഴിഞ്ഞാൽ ഗസയിലെ ജനങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റു രാജ്യത്ത് പോയിട്ട് സുഖമായി ജീവിക്കാനുള്ള ഒരു സൗകര്യം ഇവർ ഒരുക്കി കൊടുക്കും എന്ന് വിചാരിക്കാം. പക്ഷെ എന്താണ്, ഇതേ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയ്ക്ക് പിന്നെ എന്താണ് പണി? അതായത് ഇവർക്ക് ആകെ തീവ്രവാദം മാത്രമാണ് ഇവരുടെ മുന്നിലുള്ള ലക്ഷ്യം. അപ്പോൾ ഇതും കൂടെ ഇല്ലെങ്കിൽ ഇവർ എന്ത് പണിയെടുക്കും? പണിയെടുത്ത് ജീവിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഈ ഇല്ലീഗലായി വരുന്ന ഈ ടെററിസം ഫണ്ട് ഇവർക്ക് ഇനി വരാതെയോ? അങ്ങനെ എല്ലാം കൊണ്ടും ഹമാസ് ഇല്ലാണ്ടാവും എന്നറിയാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഹമാസ് ഇതിന് റെഡിയാവില്ല. പക്ഷെ ട്രംപ് മറ്റെന്തെങ്കിലും പ്ലാനുകൾ മുന്നിലുണ്ടാവും. അതുകൊണ്ട് തന്നെയായിരിക്കും സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പറയുന്നത്.